നോക്കിയാൽ ഒരു അൾക്കിനെ പോലെയുള്ള ഒരു പ്രിഡേറ്റർ ആണ് ഇവരെ ഫോളോ ചെയ്ത് വന്നിരുന്നത്. തനിക്കൊത്ത എതിരാളിയെ കണ്ടതും ഉർസയുടെ കൂടെയുള്ളവരെല്ലാം കൊന്നുകളയാൻ തുടങ്ങി. അവളും കുറെ തടയാൻ ശ്രമിച്ചതും ഒരു പ്രത്യേക തരം വെപ്പൺ യൂസ് ചെയ്ത് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. മകനാണെങ്കിൽ ആ കൊട്ടാരത്തിനകത്ത് പെട്ടുപോയി. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഉർസയും നേരെ പോയി വീണത് ഐസ് കൊണ്ട് മൂടിയ ഒരു കടലിലാണ്. പ്രിഡാക്ടറും പിന്നാലെ തന്നെ ഉണ്ട്. പക്ഷെ അതിന്റെ മാസ്ക് ഡാമേജ് ആയതുകൊണ്ട് തന്നെ അവളെ കണ്ടുപിടിക്കാനായില്ല. അതുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ ഹീറ്റ് വെച്ച് അവളെ കണ്ടുപിടിക്കാനാകൂ. എങ്ങനെയോ അവളോ അതിനടിയിൽ നിന്ന് പുറത്തു വന്നു. ഇവളൊരു നങ്കൂരം വെച്ച് അതിനെ അറ്റാക്ക് ചെയ്തു. അത് വീണ സ്ഥലത്ത് വിള്ളൽ വീണു പോയിട്ടുണ്ട്. അവളും അതിനെ ദേഷ്യം പിടിപ്പിച്ചു. പ്രിഡാക്ടർ ആ വെപ്പൺ യൂസ് ചെയ്ത് ഇടിക്കാൻ വന്നതും അവള് ഷീൽഡ് വെച്ച് തന്നെ ഐസ് പാളി പൊട്ടിച്ചു. രണ്ടുപേരും അതിനകത്തേക്ക് വീണു. പ്രിഡാക്ടറുടെ കയ്യിലാണെങ്കിൽ ആ നങ്കൂരൻ ട്രാപ്പായി കിടക്കുന്നുണ്ട്. മറ്റേ കൈ വെച്ച് തന്നെ അവളെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ആ ചങ്ങല പൊട്ടിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ വന്നതും കയ്യിലുള്ള ഷീൽഡ് വെച്ച് തടഞ്ഞു. അതിന്റെ പവറിൽ പ്രിഡാക്ടറും ആ നങ്കുരത്തിൽ കുത്തിക്കേറി മരിച്ചു. അവള് പുറത്തേക്ക് തെറിച്ചു വീണു. പെട്ടെന്ന് തന്നെ മകന് എന്ത് പറ്റിയെന്ന് പോയി നോക്കിയാൽ അച്ഛൻ മരിച്ച പോലെ തന്നെ അവളുടെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ സ്വന്തം മകനും മരിച്ചുപോയി. അവസാനം അവൾ ഇപ്പോൾ ഉള്ളത് ഒരു സ്പേസ് ഷിപ്പിലാണ്. ആരായിരിക്കും അവളെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്? അതേപോലെ ഒരു സാമുറായി തിരിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായിരിക്കും അവന്റെ സ്റ്റോറി? കാണാം അടുത്ത പാർട്ടിൽ.